A warm welcome to all to my new class. Today we shall discuss about the topic process of training or training process. We have already discussed the topic training. What do you mean by training? Can you tell training? Training is the act of increasing the skills, knowledge, etc. of an employee for performing a job. Now we can discuss about what is the training process. Training process comprises of a series of steps that need to be followed systematically to have an efficient training program. Training program consists of several activities or steps. It is performed in a systematical way in order to bring effective training. അപ്പോൾ ട്രെയിനിങ് പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളൊരു ട്രെയിനിങ് പ്രോസസ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഒരു സക്സസ് ആയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. Then next we can introduce the various steps involved in the training process. They are: the first step is assess training needs. Second one, set training objective. Select appropriate method for training. Implement the training program. Evaluate the training program. Feedback of the client. These are the steps to be discussed in the training process. The first step in training process is assessing the training needs. First we have to assess what is the needs of training. For what purpose we conduct training. This is the first step, is the identification of training needs. എന്തിനാണ് നമ്മൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യണേ, അത് അസസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിൻ ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എൻ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ സക്സസും ഫെയിലിയറും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യണത്, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ഓൾ ട്രെയിനിങ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ട്രെയിനിങ് നീഡ്സ് ഐഡന്റിഫൈ ചെയ്യാം. ജസ്റ്റിഫൈ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ട്രെയിനിങ്. സെക്കൻഡ് ആയിട്ട് നമ്മൾ അതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എത്ര ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആ ട്രെയിനിങ്ങിന് വേണ്ടി ചെയ്യണം, മണി ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യണം. Then difference between the standard performance and actual performance. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ്? ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് ഈസ് ദ പെർഫോമൻസ് ബൈ ദ എംപ്ലോയി. ആക്ച്വലി അയാൾ ചെയ്യുന്ന പെർഫോമൻസ്. ഇപ്പോൾ നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ് ആണ് പ്രതീക്ഷിക്കുന്നത്, എംപ്ലോയിയുടെ ആക്ച്വൽ പെർഫോമൻസ് എന്താണ്, അപ്പൊ എത്രയാണ് ഡിഫറൻസ്, ആ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ആ ഡിഫറൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. സ്റ്റാൻഡേർഡിലേക്ക് അവരെ എത്തിക്കണം, അതിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ഇറ്റ് ഗീവ്സ് ആൻസേഴ്സ് ടു വൈ, വാട്ട്, വെൻ, വേർ ആൻഡ് ഹു. ആർക്കാണ്, എവിടെയാണ്, എപ്പോഴാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രെയിനിങ് നീഡ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അസസ് ചെയ്യുന്നത്. എപ്പോൾ, എങ്ങനെ, എവിടെ, ആർക്കാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അസസ് ചെയ്യുന്നു. ഫോർ അസസിങ് ദ ട്രെയിനിങ് നീഡ്സ് വി ഹാവ് ടു തറലി അനലൈസ് വാട്ട് ആർ അവർ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, വാട്ട് ആർ ദ ഓപ്പറേഷൻസ് ടു ബി കാരിഡ് ഔട്ട് ഇൻ അവർ ഓർഗനൈസേഷൻ, വാട്ട് ആർ ദ ഹ്യൂമൻ റിസോഴ്സസ് അവൈലബിൾ, ദ നേച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് available, and so on. These are the factors to be considered while assessing the training needs. Then we can go to the next step. Set training objectives. This is the important one. Set the training objective. The crucial task is to determine the objectives of training. First we have to set the objectives of training. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സും തീരുമാനിക്കണം. The basic objective. What are the basic objective of training? Is to bring a proper match between the man and the job. മാനും ജോബും ഇടയ്ക്കുള്ള ആ മാച്ച്, പ്രോപ്പർ മാച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കണേ. നമ്മുടെ മെന്നിന് ആ ജോബ് ചെയ്യാൻ പറ്റണം. ഹി ഷുഡ് പൊസസ് ഓൾ ദ സ്കിൽസ് ആൻഡ് നോളജ് റിക്വയർഡ് ഫോർ പെർഫോമിംഗ് ദ ജോബ്. ആ ജോബ് ചെയ്യാൻ അയാളെ ഇനേബിൾ ചെയ്യുന്ന സ്കിൽസും നോളജ് ഒക്കെ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ട്രെയിനിങ് ഇസ് ടു ഇമ്പാർട്ട് ദ നോളജ് ആൻഡ് സ്കിൽസ് ഫോർ ഡൂയിങ് ദ ജോബ്. ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് കൊടുക്കുക. അതാണ് മെന്നും ജോബും തമ്മിലുള്ള മാച്ച്, പ്രോപ്പർ മാച്ച് കൊണ്ടുവരണം. The ultimate goal is to bridge the gap between the current and desired പെർഫോമൻസ്. ഇപ്പൊ നമ്മൾ മുൻപ് ബേസിക് ഒബ്ജക്റ്റീവ് പറഞ്ഞു. ദെൻ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്, നമ്മുടെ ഫൈനൽ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോഴത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്,
is to bridge the gap between the current and desired performance. Desired performance എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ്, കറന്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവരുടെ പെർഫോമൻസ്. അപ്പൊ കറന്റ് പെർഫോമൻസും ഡിസയേർഡ് പെർഫോമൻസും തമ്മിലുള്ള ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒബ്ജക്റ്റീവില്. രണ്ട് തരം ഒബ്ജക്റ്റീവ് ആണ്, ബേസിക് ഒബ്ജക്റ്റീവ് ആൻഡ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. ദ ബേസിക് ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് അണ്ടർ ദ ട്രെയിനിങ് ഈസ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ match between the men and the job, and the ultimate and final objective is to bridge the gap between the current and desired performance. Then we can go to the next stage or step. Select appropriate methods for training. After the two processes are over, what are the two processes over? What are the two processes? Assessing the training needs and setting the objectives. Then the next step arises. What kind of method can be adopted for training? Trainingന് വേണ്ടി നമ്മൾ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം? There are a number of methods are available like on the job training, off the job training, etc. പലതരത്തിലുള്ള ട്രെയിനിങ് ഉണ്ട്. On the job training ഉണ്ട്, off the job training ഉണ്ട്. അപ്പൊ ഏത് തരം ട്രെയിനിങ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്? ജോബ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കണോ ട്രെയിനിങ്, അല്ലെങ്കിൽ ജോബ് പുറത്ത് കൊടുക്കണോ ട്രെയിനിങ്, അല്ലെങ്കിൽ അതിൽ തന്നെ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് വേണോ, അതല്ലെങ്കിൽ കോച്ച് മെത്തേഡ് വേണോ, അണ്ടർ സ്റ്റഡി മെത്തേഡ് വേണോ, അതല്ലെങ്കിൽ ഓൺലൈൻ മെത്തേഡ്, ഇങ്ങനെ ഏത് പലതരം ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കാം. ഈ കാര്യം ഏത് തരം ട്രെയിനിങ് വേണമെന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ ആൻഡ് ദ ജോബ്. ഏത് തരം മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഓർഗനൈസേഷനെയും അതിന്റെ ജോബിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. The fourth one is implement the training program. After the three steps are over, then implement the training program. This is the actual training take place. That is, implement the training program. After the selection of appropriate method, the actual functioning takes place. That means actual training takes place. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. Under this step, the prepared plans are implemented to get the desired output. നമ്മൾ നമ്മുടെ പ്ലാനുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാണ് in order to bring the desired output. Then the next step is evaluate the training program. After every training program, we have to assess or evaluate what will be its effectiveness. If it should not bring the useful ideas or not. After all, the efforts are made by the organization. It is the time to check either it is useful or not. For this purpose, we conduct an evaluation. In order to evaluate the training program or assessing the training program, we can conduct an evaluation. What kind of evaluation can be made? What kind of evaluation can be made? It can be made on the basis of the performance. We can conduct a lot of methods for evaluation. They are observation, interview, questionnaire, etc. These are the very common methods are used for evaluating the training program. Evaluation will tell us what about the worth and value of the training program. For what purpose we conduct the evaluation? In order to assess the worth and value of the training program got by the employee. Then the last step in the training process is feedback of the client. It is necessary to bring back the feedback form and filled by the employee or the client. Finally, a feedback mechanism is created in order to identify the weak areas in the training program. What is the weak areas in the training program? The employees can give their valuable suggestions regarding the training program. It will improve these areas in the near future. For this purpose, information relating to classroom, trainer behavior, material, and the overall experience is asked. In the feedback form contains, there are various informations like what about the progress of classroom, the behavior of the trainer, material used in the training, and overall experience they got. These are all the matters contained in the feedback form. We can summarize the topic. We have discussed the topic process of training. The first step in the training process is assessing the training needs. Second one, setting the objectives for training. Third one, select appropriate methods for training. Implement the training program. Evaluate the training program.
feedback of the client.